നമ്മുടെ വുമൺ ടു ഫ്ലൈയുടെ കുന്നങ്കായ കഴുകി അരിഞ്ഞ് ഉണക്കിയെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുന്നങ്കായ, ചുണ്ടില്ല കണ്ണങ്കായ എന്നൊക്കെ പറയുന്ന സെയിം പ്രോഡക്റ്റാണിത്. അപ്പോൾ നമ്മുടെ വുമൺ ടു ഫ്ലൈയുടെ സ്പെഷ്യൽ പ്രോഡക്റ്റാണിത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേബി ഫുഡാണ്. 6 മാസം തൊട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ കുന്നങ്കായയുടെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മളിനി പൊടിച്ച് പാക്ക് ചെയ്തിട്ടാണ് എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നത് കേട്ടോ. ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ വുമൺ ടു ഫ്ലൈയുടെ അണ്ടറിൽ കുന്നങ്കായപ്പൊടി മാത്രമല്ല ഉള്ളത്, ഏത്തവാഴയ്ക്കപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ റാഗി, പനങ്കൽക്കണ്ടം ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധാന്യക്കൂട്ടുണ്ട് കേട്ടോ. എല്ലാത്തരം ധാന്യങ്ങളും മില്ലറ്റ്സും എല്ലാം ഒരുമിച്ച് പൊടിച്ച് അതെല്ലാം വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഹോം മെയ്ഡാണ്, 100% നാച്ചുറലാണ്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. കളറ് ഓർഡർ ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കെമിക്കൽസും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല, ഹോം മെയ്ഡ് പ്രോഡക്റ്റാണ്. വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും, ഓരോ അച്ഛനും അമ്മയും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കും, ആ രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ കുന്നങ്കായ പൊടി പാക്കറ്റ് ആക്കിയതും, അതുപോലെ തന്നെ റാഗി പാക്കറ്റ്, അതുപോലെ തന്നെ പനങ്കൽക്കണ്ടം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ 100% ഹോം മെയ്ഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധാന്യക്കൂട്, ഈ കുന്നങ്കായ, ഏത്തവാഴയ്ക്കപ്പൊടി എല്ലാം നമുക്ക് 200 ഗ്രാമിൻ്റെ പാക്കറ്റ്, 400 ഗ്രാമിൻ്റെ പാക്കറ്റ് ആ രീതിയിലൊക്കെ അവൈലബിൾ ആണ്. റാഗി 400 ഗ്രാമിൻ്റെ പാക്കറ്റ്, അതുപോലെ തന്നെ വെർജിൻ ഓയിൽ ആണെങ്കിൽ 100 ml എന്നുള്ള രീതിയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് റേറ്റ് അയച്ചു തരാം കേട്ടോ.